നമസ്കാരം. മഹാഭാരതത്തിൻ്റെ കഥ മുഴുവൻ നിങ്ങൾക്ക് വളരെ ചുരുക്കത്തിൽ കേട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പണ്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ഏകദേശം 5.25 മണിക്കൂറിലധികം സമയമുള്ള ഒരൊറ്റ വീഡിയോയാണിത്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ കുറേ അധികം ദിവസങ്ങളൊക്കെ എടുത്ത് സമയമനുസരിച്ച് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ മഹാഭാരതത്തെ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർ എങ്ങനെയാണോ സമീപിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ മഹാഭാരതത്തെ യുക്തിപൂർവ്വം ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. മഹാഭാരതം ഒരു മതഗ്രന്ഥമായിട്ട് അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ നോക്കാതെ യുക്തിപൂർവമാണ് നിങ്ങൾ മഹാഭാരതം വായിക്കുന്നതെങ്കിൽ, മനസ്സിലാക്കുന്നതെങ്കിൽ പാണ്ഡവരാണ് അധർമ്മികളായിട്ടുള്ളത്. ന്യായം കൗരവരുടെ ഭാഗത്തായിരുന്നു. വിഷയം ഇതായതുകൊണ്ട് തന്നെ മുഴുവൻ കേട്ടതിന് ശേഷം അഭിപ്രായം പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. കർണൻ്റെ കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കർണനോട് യുദ്ധത്തിന് മുൻപ് കുന്തി ചെന്ന് പറയുന്നുണ്ട്, നീ ആരെയാണോ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ആ അർജുനൻ നിന്റെ അനിയനാണ്, പാണ്ഡവർ നിന്റെ സഹോദരന്മാരാണ്. കുന്തി വഴിക്ക് നോക്കുകയാണെങ്കിൽ യുധിഷ്ഠിരനും ഭീമസേനനും അർജുനനും. എന്തു തന്നെയാണെങ്കിലും യുദ്ധം ഇനി നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? കർണന് ഒരു വീക്ക് പോയിന്റ് അവിടെ ഉണ്ടായി. കർണൻ മനസ്സിലാക്കി എതിരെ നിൽക്കുന്നത് എൻ്റെ സഹോദരന്മാർ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് കുന്തി ഇത് പാണ്ഡവരോട് അല്ലെങ്കിൽ അർജുനനോട് പ്രത്യേകിച്ചും പറഞ്ഞില്ല? കർണനോട് മാത്രം പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇതേ കാര്യം തന്നെ കൃഷ്ണനോട് നമുക്ക് ചോദിക്കാം. കൃഷ്ണൻ്റെ ഏറ്റവും വലിയ സുഹൃത്തു കൂടിയായിരുന്നു അർജുനൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് കൃഷ്ണൻ കർണനോട് പറയുന്നുണ്ട് നിന്റെ ജന്മരഹസ്യം ഇതാണ്, എന്തുകൊണ്ട് അർജുനനോട് പറയുന്നില്ല? ന്യായമായിട്ടുള്ളത് രണ്ടു കൂട്ടരെയും അറിയിക്കുക എന്നുള്ളതല്ലേ. അപ്പം ചിലർ ഇതിനൊരു ന്യായം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്, കുന്തി വിചാരിച്ചത് അല്ലെങ്കിൽ കൃഷ്ണൻ വിചാരിച്ചത് ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ കർണൻ പാണ്ഡവരുടെ കൂടെ ചേരും, അതായത് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യും എന്ന് കരുതിയിട്ടാണ്. പക്ഷെ കർണൻ വന്നില്ല, ദുര്യോധനൻ്റെ ഭാഗത്ത് തന്നെ നിന്നു. അപ്പോൾ അതുകൊണ്ടാണ് അർജുനനോട് പറയാതിരുന്നത്, രണ്ടുപേരും കർണനോട് മാത്രം പറഞ്ഞത്. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം, കർണൻ നോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അർജുനനോടും കൂടെ പറയേണ്ടതല്ലേ, അല്ലെങ്കിൽ പാണ്ഡവരോടും കൂടി പറയേണ്ടതല്ലേ? ഇതിപ്പോൾ യുദ്ധം നടക്കുമ്പോൾ കർണൻ്റെ വീര്യം കുറയും, കാരണം സഹോദരന്മാരാണ് എതിരെ നിൽക്കുന്നത്. അർജുനനാകട്ടെ അല്ലെങ്കിൽ പാണ്ഡവർക്കാകട്ടെ ഒരു കുഴപ്പവുമില്ല, കർണൻ ശത്രു തന്നെയാണ്, അവർ സകല വീര്യത്തോടെയും പൊരുതും. കർണനോട് ചെയ്ത ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് ഇതല്ലേ? അല്ലാതെ രഥം മണ്ണിൽ പൂഴ്ന്നു പോയപ്പോൾ അമ്പെയ്ത് കൊന്നതിനേക്കാളും വലിയ ചതി ഇതായിരുന്നില്ലേ എന്ന് ചിന്തിക്കുക. അവിടെയും വ്യാഖ്യാനിച്ചൊപ്പിക്കാം. കാരണം ഈ യുദ്ധം ധർമ്മയുദ്ധമാണ്, ഇത് സംഭവിക്കേണ്ടതാണ്. പാണ്ഡവരോടും കൂടി ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ യുദ്ധത്തിനെ സമ്മതിക്കില്ല. കാരണം കർണൻ ജ്യേഷ്ഠനാണെന്ന് അറിയുമ്പോൾ, അവസാനം കർണൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ നിന്റെ ജ്യേഷ്ഠനായിരുന്നു എന്ന് പറയുമ്പോൾ കുന്തിയോട് യുധിഷ്ഠിരൻ പറയുന്നുണ്ടല്ലോ, ഈ സത്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധം പോലും സംഭവിക്കില്ലായിരുന്നു, സ്ത്രീകൾക്കിനി ഒരിക്കലും രഹസ്യം മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിച്ചു എന്നൊക്കെയാണ് കഥ. അപ്പോൾ യുദ്ധം നടക്കേണ്ടത് ധർമ്മമായിരുന്നു എന്നൊക്കെ പറയുന്നവർ യുധിഷ്ഠിരനേക്കാളും വലിയൊരു ധർമ്മിഷ്ഠനില്ല. അങ്ങനെയുള്ള യുധിഷ്ഠിരന് കർണൻ ജ്യേഷ്ഠനായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ യുദ്ധം നടക്കേണ്ടതില്ലായിരുന്നു എന്നാണ് ചിന്തയുണ്ടായിരുന്നതെങ്കിൽ യുദ്ധം തന്നെ അന്യായമല്ലേ? ഇനി ഇതൊക്കെ മാറ്റി വയ്ക്കുക, ഈ യുദ്ധത്തിലേക്ക് തന്നെ പോവുക. ഈ യുദ്ധം എങ്ങനെ തെറ്റായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ യുദ്ധത്തിൽ കൗരവരുടെ ഭാഗത്തായിരുന്നു ശരി, പാണ്ഡവരുടെ ഭാഗത്തായിരുന്നു അന്യായം എന്നുള്ളതാണ് നമ്മളിനി ഒന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. മഹാഭാരത യുദ്ധം നടക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ചൂതിൽ തോറ്റ പാണ്ഡവർ 12 വർഷം വനവാസത്തിനും 1 വർഷം അജ്ഞാതവാസത്തിനും പോകണമെന്നായിരുന്നു കരാറ്. അതവർ പൂർത്തിയാക്കി. അതിനുശേഷം അവർ തിരിച്ചു വന്നിട്ട് കൃഷ്ണൻ്റെയൊക്കെ മധ്യസ്ഥതയിൽ ചോദിക്കുകയാണ്, ഞങ്ങളുടെ പഴയ രാജ്യം തിരിച്ചു തരൂ. പക്ഷെ ഇവിടെ ഒരു കാര്യമുള്ളത്, അങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധനയോ നിയമമോ അവിടെ ഒന്നുമില്ല. ചൂതിൽ തോറ്റിട്ടാണ് അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടത്. അത് കള്ളച്ചൂതായിരുന്നു, അതിലേക്കൊക്കെ നമുക്ക് വരാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ചൂതിലാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്നത്. ഒരു തവണയല്ല അവർ കളിച്ചത്, രണ്ടാമത്തെ തവണയും കളിച്ചു. ഒന്നാമത്തെ തവണ എല്ലാം നഷ്ടപ്പെട്ടു, അതെല്ലാം ധൃതരാഷ്ട്രര് തിരിച്ചു കൊടുത്തു, വീണ്ടും ചൂതിന് വിളിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്, വലിയ കോമഡിയാണ് സംഭവം. അപ്പോൾ ചൂതിൽ തോറ്റു, രാജ്യം നഷ്ടപ്പെട്ടു, അതിലെ വ്യവസ്ഥ അനുസരിച്ച് ഒരു 12 വർഷം വനവാസവും ചെയ്യണം, 1 വർഷം അജ്ഞാതവാസവും ചെയ്യണം. അതിനുശേഷം അവർ സ്വതന്ത്രരാണ്. അത്രയേ ഉള്ളൂ നിബന്ധന. അല്ലാതെ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിയമമില്ല. ദുര്യോധനനും അത് തന്നെയാണ് പറയുന്നത്, ഇത് എൻ്റെ ഭൂമിയാണ്, ഞാൻ എന്തിന് ഇത് നിങ്ങൾക്ക് നൽകണം? സൂചി കൊണ്ട് കുത്തിയാൽ എത്ര സ്ഥലം ഉണ്ടാകുമോ അതുപോലും തരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ യുദ്ധം നടക്കുകയാണ്. ഒരു തരത്തിൽ അവിടെ യുദ്ധമൊന്നും ഇല്ലാതെ ഇതങ്ങ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു രീതി തന്നെയാണ് പാണ്ഡവർ സ്വീകരിക്കുന്നത്.
കാരണം അവർക്ക് അതിന് അവകാശമില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ ആ അധർമ്മിയായ ദുര്യോധനനെ എങ്ങനെയൊക്കെയാണ് ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കുന്നത് എന്നൊക്കെയാണ് ചിലർ ചിന്തിക്കുക. അല്ല, നമ്മൾ പുറകോട്ട് പോവുകയാണ്. പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകാൻ പോലും യഥാർത്ഥത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ആദ്യം പറയാം. ഇവരെ ചൂതിന് വിളിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കള്ളച്ചൂതായിരുന്നു, സമ്മതിച്ചു. കള്ളച്ചൂതിൽ ദുര്യോധനന് വേണ്ടി ശകുനി കളിച്ച് യുധിഷ്ഠിരന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുത്തി. സഹോദരന്മാരെയും ഭാര്യയും ഒക്കെ പണയം വെക്കുന്നതും ഒക്കെ ഇതിലെ സംഭവങ്ങളാണ്. വസ്ത്രാക്ഷേപ സമയത്ത് കൃഷ്ണൻ ഇടപെടുന്നു എന്നൊക്കെയുള്ള കഥകൾ. ഭീമൻ കുറെ പ്രതിജ്ഞകൾ ചെയ്യുന്നു. ദ്രൗപദി ധൃതരാഷ്ട്രരോട് ഒരുപാട് കരഞ്ഞു പറയുമ്പോൾ ധൃതരാഷ്ട്രര് അന്ധനായ രാജാവ് എല്ലാം അവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെറുതെ ഒരു കളി മാത്രമായിരുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ ചൂതിൽ നഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. ഇനി പരിഭവമൊന്നുമില്ലാതെ നിങ്ങളുടെ രാജ്യത്തേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. ഒന്നാമത്തെ ചൂതിൽ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. വസ്ത്രാക്ഷേപം നടന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ധൃതരാഷ്ട്രം അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പാണ്ഡവരെല്ലാം ദ്രൗപദി അടക്കം ദുര്യോധനന്റെ ദാസിയും അല്ലെങ്കിൽ ദാസന്മാരുമായിട്ട് നിൽക്കുകയാണ്. അവർക്കിനി ദുര്യോധനനെതിരെ അല്ല ആർക്കെതിരെയും യുദ്ധം ചെയ്യാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല അന്നത്തെ ധർമ്മം അനുസരിച്ച്. കാരണം അവര് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ രാജ്യവും എല്ലാം ദുര്യോധനന് കിട്ടിയതാണ്. പക്ഷേ ധൃതരാഷ്ട്രര് പാഞ്ചാലിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എല്ലാം പഴയപടി ആക്കി കൊടുത്തു. അപ്പോൾ അവർ സ്വതന്ത്രരായി. അവർക്കിനി വേണമെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോയിട്ട് സൈന്യവുമായിട്ട് വന്നിട്ട് യുദ്ധം ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ചൂതിന് വിളിക്കുന്നു. ഇത് കള്ളച്ചൂതായിരുന്നു എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ രണ്ടാമതും പോയി തല വെക്കാമോ? നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെയൊക്കെ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? രാജാക്കന്മാർക്ക് ചൂതിന് വിളിച്ചാൽ അല്ലെങ്കിൽ വെല്ലുവിളിച്ചാൽ പോകാതിരിക്കാൻ പാടില്ല, അത് ഭീരുത്വമാണ് എന്നുള്ളതാണ്. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ലോജിക്ക് വെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് അവിടെ പറയുന്ന ഒരു ധർമ്മമൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത് എന്ന് കരുതുക. ഞാൻ നിങ്ങളൊരാളോട് പറയുകയാണ്, നീ ആണാണെങ്കിൽ കിണറ്റിൽ പോയി ചാടട എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ധർമ്മം അനുസരിച്ച് പ്രത്യേകിച്ച് ഞാൻ രാജകുടുംബാംഗവും കൂടി ആകുമ്പോൾ കിണറ്റിൽ ചാടാൻ അയാൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ചാടിയേ തീരൂ എന്ന് പറഞ്ഞ് കിണറ്റി ചാടുകയാണ്. നിങ്ങളെ കിണറ്റിൽ നിന്ന് ആരൊക്കെയോ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ടു. ഞാൻ വീണ്ടും പറയുകയാണ്, നീ ആണാണെങ്കിൽ പിന്നെയും പോയി ചാടട കിണറ്റിൽ. ആരെങ്കിലും ചാടാൻ പാടുണ്ടോ? ഇത് തന്നെയാണ് രണ്ടാമതും ചൂതിന് വിളിക്കുമ്പോൾ സംഭവിക്കുന്നത്. കർണനും ശകുനിയും ദുശാസനൻ പ്രത്യേകിച്ച് ദുര്യോധനനോട് പറയുന്നുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് ചൂത് കളിച്ച് നേടിയതൊക്കെ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് അവർക്ക് തിരിച്ചു കൊടുത്തു. ഇനി അവരെ തിരിച്ചു പോയിട്ട് സൈന്യവുമായിട്ട് തിരിച്ചു വരുന്നതിന് മുൻപ് അവരെ വീണ്ടും പോയി ചൂതിന് വിളിക്കുക എന്നാണ് പറയുന്നത്. വീണ്ടും പോയി ചൂതിന് വിളിക്കുന്നു. കള്ളച്ചൂതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വീണ്ടും വന്നിരിക്കുന്നു. അതായത് വായിൽ കൈയിട്ട് കടി മേടിക്കുക എന്നല്ലേ ഇതിന് പറയേണ്ടത്. പക്ഷെ യഥാർത്ഥ കാര്യം ഇതൊന്നുമല്ല. പിന്നീട് വനവാസത്തിന്റെ സമയത്ത് ദ്രൗപദി ചോദിക്കുന്നുണ്ട് യുധിഷ്ഠിരനോട്, അങ്ങ് എന്തിനാണ് രണ്ടാമതും പോയി ഇതിന് തല വെച്ച് കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്ന ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ രണ്ടാമതുമൊക്കെ പോയി കളിച്ചിട്ടും അത് എവിടെയെങ്കിലും ഒന്ന് സൂചിപ്പിച്ചില്ലെങ്കിൽ അത് വലിയൊരു കല്ലുകടിയാകുമല്ലോ. അതുകൊണ്ടായിരിക്കാം ദ്രൗപദിയെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നത്, രണ്ടാമത്തെ ശ്രമത്തിലെങ്കിലും അവരുടേതടക്കം മുഴുവനും ഇങ്ങ് കിട്ടിയാലോ എന്ന് ഞാൻ മോഹിച്ചു പോയി എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ വെല്ലുവിളി സ്വീകരിച്ചു എന്നുള്ളതിന് പുറമെ ഒന്നാമത് കളിച്ചപ്പോഴും രണ്ടാമത് കളിച്ചപ്പോഴും മഹാധർമ്മിഷ്ഠൻ എന്ന് പറയുന്ന ഈ യുധിഷ്ഠിരന്റെ ഉള്ളിൽ കൗരവരുടെ രാജ്യവും എല്ലാം ഈ ചൂതിലൂടെ എനിക്ക് കിട്ടിയേക്കും എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഒന്നാമത് നിന്നത്. കാരണം ഒന്നാമത്തെ ചൂതിലോ ഇവർ തങ്ങളെ പരാജയപ്പെടുത്തി, ഇനി രണ്ടാമത് കളിച്ച് മുഴുവൻ ഞാനിങ്ങ് നേടുമെന്ന് ആഗ്രഹിച്ചു പോയെന്ന്. അപ്പോൾ ദുര്യോധനന് മാത്രമാണോ ദുരാഗ്രഹമുള്ളത്? ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ദുരാഗ്രഹം എന്നാണ് അർത്ഥമെന്നൊക്കെ ചിലർ പറയാറുണ്ട്. സുയോധനൻ, നല്ല രീതിയിൽ യുദ്ധം ചെയ്യുക എന്നുള്ളൊരു പേരും അയാൾക്കുണ്ട്. അപ്പോൾ ഈ രണ്ടാമതും ചൂത് കളിച്ച് തങ്ങളുടെ രാജ്യമൊക്കെ നഷ്ടപ്പെടുത്തിയതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കാനുണ്ട്? ഇതിന് കൗരവരെ എന്തിനു കുറ്റം പറയുന്നു? അവർ ചെയ്തത് അധർമ്മം തന്നെയായിരിക്കട്ടെ, പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യാതിരിക്കുന്ന, അതൊക്കെ നമുക്ക് വഴിയേ പറയാം, അങ്ങനെയുള്ളവരെ വെറുതെ ചൂതിന് വന്നിട്ട് അവരുടെ ഐശ്വര്യം അസൂയ മൂലം ഇതെല്ലാം മേടിച്ചെടുത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ രണ്ടാമത് പോയി കളിച്ചതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് തന്നെ എല്ലാവരും ഇന്ന് ഹീറോ ആയിട്ട് കരുതുന്ന കർണനാണ് ദുശാസനനോട് പറയുന്നത് ദാസിയായിട്ടുള്ള അവളുടെ വസ്ത്രങ്ങളൊക്കെ പിടിച്ച് വാങ്ങുക എന്ന്. ഒരേ സമയം 5 പേരുടെ ഭാര്യയായിട്ടിരിക്കുന്ന ഇവളെ വേശ്യ എന്നാണ് വിളിക്കേണ്ടത് എന്നൊക്കെയുള്ള വളരെ പരുഷമായിട്ടുള്ള വാക്കുകൾ കർണനിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ കഥ മാറ്റി വെച്ചിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കും? പോട്ടെ, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ചൂതിൽ തോൽക്കുമ്പോഴാണ് എല്ലാത്തിനും പുറമെ ഈ ഒരു കാര്യവും കൂടി വരുന്നത്. എല്ലാം പോയി അതൊരു കാര്യം. ഇനി ആരെങ്കിലും ഒക്കെ കൂട്ടി ഉടനെ യുദ്ധത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും ഒക്കെ വിധിക്കുകയാണ്.
കാരണം ഇവർക്കൊരു സാവകാശം കിട്ടണം. യുദ്ധം ഉണ്ടാകുമെന്ന് ആ സഭയിൽ വെച്ച് തന്നെ ഇവർ ഊഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും. സ്വതന്ത്രരായി കഴിഞ്ഞാൽ അവർ യുദ്ധത്തിന് വരും. അപ്പോൾ ഉടനെ അവർ യുദ്ധത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന 13 വർഷം അവിടെ ഗ്യാപ്പ് ഇട്ടു. 1 വർഷം അജ്ഞാതവാസമാണ് അവസാന കാലം. അന്ന് എങ്ങനെയെങ്കിലും ഇവരെ കണ്ടുപിടിക്കണം. വീണ്ടും 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം. ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഈ കൗരവർക്കുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ 13 വർഷത്തിനപ്പുറം യുദ്ധം നടന്നാലും, അങ്ങനെയാണ് നടന്നത്, ഇവർക്ക് എളുപ്പമാണ് കൗരവർക്ക്. കാരണം അവരുടെയും കൂടെ രാജ്യം കിട്ടി. ഈ സംഭവം നടക്കുന്ന പിറ്റേ ദിവസം മുതൽ അവർ യുദ്ധത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. അതേസമയം പാണ്ഡവരാകട്ടെ വനത്തിലാണ്, അജ്ഞാതവാസത്തിലാണ്. അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള പ്ലാനിങ്ങുകളായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഉള്ളൊരു ചോദ്യം രണ്ടാമതും ചെന്ന് കയറി കൊടുത്തിട്ടല്ലേ എന്നുള്ളതാണ്. ഇനി അതൊക്കെ വിട്ടേക്കുക. ഇപ്പൊ ഈ ചൂതിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് രണ്ടു കൂട്ടരും കണക്കാണെന്നേ തോന്നുകയുള്ളൂ. കാരണം രണ്ടുപേർക്കും ദുരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ചൂത് കളിക്കുമ്പോൾ മറ്റവന്റെയും കൂടെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ ദുര്യോധനനെ അല്ലെങ്കിൽ കൗരവരെ നമുക്ക് കൂടുതൽ ഒരല്പം ദേഷ്യം വരുത്താൻ വേണ്ടിയിട്ടായിരിക്കണം പാഞ്ചാലി വസ്ത്രാക്ഷേപമൊക്കെ ആ ഇടയ്ക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ഡിഫോൾട്ട് ആയിട്ട് വെക്കാം. ഇതിന്റെ എല്ലാം ബേസ് കറക്റ്റ് ആണോ എന്ന് അന്വേഷിക്കാം. പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രാജ്യമുണ്ട്. അതിനുള്ള അവകാശം അവർക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പാണ്ഡവർ 5 പേരും പാണ്ഡുവിന്റെ മക്കളല്ല എന്നുള്ളതാണ്. കുന്തിക്ക് ധർമ്മദേവനിൽ നിന്ന് ജനിക്കുന്നയാളാണ് യുധിഷ്ഠിരൻ. കുന്തിക്ക് വായുദേവനിൽ നിന്ന് ജനിക്കുന്നയാളാണ് ഭീമസേനൻ. കുന്തിക്ക് ഇന്ദ്രനിൽ നിന്ന് ജനിക്കുന്നയാളാണ് അർജുനൻ. പാണ്ഡുവിന്റെ തന്നെ മറ്റൊരു ഭാര്യയായിരുന്ന മാദ്രിക്ക് അശ്വിനി ദേവന്മാരിൽ നിന്ന് ജനിക്കുന്ന ആളുകളാണ് നകുലനും സഹദേവനും. അതായത് നകുലനോ സഹദേവനോ യഥാർത്ഥത്തില് ഈ പറയുന്ന യുധിഷ്ഠിരനോ ഭീമസേനനോ അർജുനനോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് കാണേണ്ടി വരും. എന്നാൽ ഇവർ ധർമ്മപ്രകാരം പാണ്ഡുവിന് വേണ്ടി ഈ ദേവന്മാരിൽ നിന്ന് ഗർഭം ധരിച്ചു എന്നുള്ളത് കൊണ്ട് അവർ പാണ്ഡവരെന്ന് അറിയപ്പെടുന്നു. പക്ഷെ നമ്മൾ സാമാന്യം ചിന്തിച്ചാൽ അവർ പാണ്ഡുവിൻ്റെ മക്കളാണോ? പാണ്ഡുവിൻ്റെ നേരിട്ടുള്ള മക്കളല്ല, എന്നാൽ പാണ്ഡവരെന്ന് അറിയപ്പെടുന്നു. ഇനി അങ്ങനെ തന്നെയാണെന്ന് വെക്കുക, പാണ്ഡുവിന് രാജ്യത്തിന് അവകാശമുണ്ടോ? അതും ഒന്ന് ചിന്തിക്കുക. പാണ്ഡുവിന് രാജ്യത്തിന് അവകാശമില്ലെങ്കിൽ പാണ്ഡവരെന്ന് പറയുന്ന മക്കൾക്കും അല്ലെങ്കിൽ യുധിഷ്ഠിരനും രാജ്യത്തിന് അവകാശമില്ല എന്ന് നിസ്സംശയം തെളിയിക്കാമല്ലോ. ഇതൊക്കെ ഈ പറയുന്ന ന്യായങ്ങളൊക്കെ തന്നെയാണ് കൗരവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കഥകൾ പലരും കാണുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് കൃഷ്ണൻ പറയുന്നതും അല്ലെങ്കിൽ ഇതിൽ ന്യായമെന്ന് ധർമ്മം എന്ന് പറയുന്നത് തന്നെ ശരിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. പക്ഷേ കഥയാണെങ്കിൽ പോലും സങ്കല്പമാണെങ്കിൽ പോലും യുക്തിപൂർവ്വമാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് പാണ്ഡവരുടെ ഭാഗത്തില്ല, ന്യായം എന്ന് പറയുന്നത് പാണ്ഡവരുടെ ഭാഗത്തില്ല. രാജ്യാവകാശം ഏൽക്കുന്ന സമയത്ത് 3 പേരാണുള്ളത്. ഒന്ന് ധൃതരാഷ്ട്രൻ, അദ്ദേഹം അന്ധനായിരുന്നു. മറ്റേത് പാണ്ഡു, പാണ്ഡവരുടെ അച്ഛൻ. പിന്നെയുള്ളത് വിതുരനാണ്. വിതുരൻ എന്ന് പറയുന്നത് ഒരു ദാസിയിൽ അല്ലെങ്കിൽ തോഴിയിൽ വ്യാസനുണ്ടായ പുത്രനായതുകൊണ്ട് വിതുരന് രാജാവാകാനുള്ള അവകാശം ഇല്ലായിരുന്നു അത്രേ. ശരിയാണോ അത് എന്നുള്ളതും കൂടി ചിന്തിച്ചു നോക്കുക. ജാതി ചിന്തകൾ തന്നെയല്ലേ അവിടെ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ചിലർ പറയും ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും ഒന്നും ജാതീയത ഇല്ല എന്ന്. കർണന്റെ മാത്രം ഉദാഹരണം ചിന്തിച്ചാൽ മതിയല്ലോ. അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും മാത്രം ചിന്തിക്കുക. വിതുരൻ തന്നെ ധർമ്മമൊക്കെ അനുസരിച്ച്, അന്നത്തെ ധർമ്മം എന്നൊക്കെ പറയുന്നത് അതനുസരിച്ചിട്ട് ധൃതരാഷ്ട്രൻ അന്ധനാണെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് രാജാവാകാം, മൂത്ത പുത്രൻ രാജാവാകണമെന്നാണ്. പക്ഷെ ധൃതരാഷ്ട്രനാണ് അത് സാരമില്ല എന്ന് പറഞ്ഞ് പാണ്ഡുവിന് രാജ്യം കൊടുക്കുന്നത്. അങ്ങനെ പാണ്ഡു രാജാവായി. ആ ഒരു വ്യവസ്ഥയിൽ നിന്നിരുന്നുവെങ്കിൽ ശരിയാണ്, പാണ്ഡുവിന് ഇനി ഉണ്ടാകുന്ന മൂത്ത പുത്രനാണ് രാജാവാകേണ്ടത്. പക്ഷെ ഇതിനിടയിൽ ഒരു സംഭവം നടക്കുന്നു. കഥയനുസരിച്ച് നായാട്ടിന് പോയപ്പോൾ ഇണ ചേർന്നുകൊണ്ടിരുന്ന 2 മാനെ പാണ്ഡു വധിക്കുന്നു. അതൊരു മഹർഷിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു. അപ്പോൾ ഉടനെ മഹർഷി ശപിക്കുകയാണ്, ഇണ ചേർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ നീ വധിച്ചതുകൊണ്ട് നീയും ഇനി ഇണ ചേരാൻ ശ്രമിച്ചാൽ അപ്പം തന്നെ നിന്റെ ഐസി അടിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. അല്ലെങ്കിൽ നീ മരിച്ചു പോകും. ഇത് കേട്ട ഉടനെ പാണ്ഡുവിന് പിന്നെ ഒന്നിനും താല്പര്യമില്ലാതായി. അദ്ദേഹം രാജ്യമൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യമാരെയും കൊണ്ട്, അതായത് അവരെ അനുഗമിക്കുന്നതാണ്, മാദ്രിയെയും കുന്തിയെയും കൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ് രാജ്യമൊക്കെ ഉപേക്ഷിച്ച്. ഒന്നുമില്ലെങ്കിലും ആ ഭീഷ്മർ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നെങ്കിലും ചിന്തിച്ചിട്ട് രാജ്യം ഭരിക്കാമായിരുന്നു. പോട്ടെ, അത് പുള്ളിയുടെ ചോയ്സാണ്. അപ്പോൾ അവിടെ രാജാവാകുന്നത് ധൃതരാഷ്ട്രനാണ്. പാണ്ഡു മുമ്പ് രാജാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നിയമം അനുസരിച്ച് ധൃതരാഷ്ട്രർക്ക്, അന്ധനായിട്ടുള്ള ഈ രാജാവിന് ജനിക്കുന്ന മൂത്ത പുത്രൻ തന്നെയാണ് രാജാവാകേണ്ടത്. അപ്പോൾ പാണ്ഡു ഈ വനവാസത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ല. പക്ഷേ ഈ വനവാസത്തിന്റെ സമയത്ത് പാണ്ഡുവിനോട് ഏതോ മഹർഷികൾ വന്ന് പറയുന്നു, കുട്ടികളില്ലാതെ മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ലെന്നോ. അവർക്ക് അന്നേരം തോന്നി എന്തോ ഒരു കഥ പറഞ്ഞു. ഉടനെ പാണ്ഡു അതോർത്തും വിഷമിക്കാൻ തുടങ്ങി. അപ്പോൾ ഉടനെ കുന്തി വന്ന് പറയുന്നു, പണ്ട് എനിക്ക് ദുർവാസ മഹർഷിയിൽ നിന്ന് കിട്ടിയ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ആളുകളെയൊക്കെ വിളിച്ചു വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ധർമ്മദേവനിൽ നിന്നും വായുദേവനിൽ നിന്നും ഇന്ദ്രനിൽ നിന്നുമൊക്കെ
യുധിഷ്ഠിരനും ഭീമസേനനും അർജുനനും ഒക്കെ യഥാക്രമം ജനിക്കുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് പാണ്ഡുവിൻ്റെ മക്കളാവുന്നത് എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ അവർ പാണ്ഡവരാണ്. ഉടനെ മാദ്രിക്കും കൊതി തോന്നുന്നു, എനിക്കും ഇതേ സോഫ്റ്റ്വെയർ വേണം. ഉടനെ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അശ്വിനി ദേവന്മാരെ വിളിച്ചു വരുത്തി നകുലനും സഹദേവനും അങ്ങനെ 5 പാണ്ഡവരായി. അങ്ങനെ പാണ്ഡുവൊക്കെ ഇങ്ങനെ സന്തുഷ്ടമായിട്ട് ജീവിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം മാദ്രിയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. ദുർബല നിമിഷം. അങ്ങനെ പാണ്ഡു മരിക്കുന്നു. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, പാണ്ഡു വനവാസത്തിന് പോയില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശാപം കിട്ടിയെന്നുള്ള പേരിൽ രാജ്യം ഉപേക്ഷിച്ച് ഇങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇത് മാത്രമല്ലല്ലോ ജീവിതം. ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്ന എത്രയോ പേര് ലോകത്ത് അന്നുമുണ്ട്, ഭീഷ്മരെ ഉൾപ്പെടെ. പക്ഷെ പാണ്ഡു അങ്ങനെ പോയി, അതേ ശാപം കാരണം മരിച്ചു. ഇനി എന്താണ് ശരിക്കും കുന്തി ചെയ്യേണ്ടത്? അന്നും സതിയൊക്കെ ഉണ്ട് കേട്ടോ. പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മാദ്രി മരിക്കുകയാണ്. കുട്ടികളെയൊക്കെ കുന്തിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ചിതയിൽ ചാടി മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. കുന്തി അത് തടയാനൊന്നും പോയില്ല, ധർമ്മമാണല്ലോ. അങ്ങനെ ഈ 5 മക്കളെയും ഇനി കുന്തി നോക്കണമെന്നുള്ള അവസ്ഥയിലെത്തുന്നു. കുന്തി ഈ കുട്ടികളെയും കൊണ്ട് കാട്ടിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകേണ്ടിയിരുന്നത്? കാരണം പാണ്ഡു മരിച്ചുപോയി. ഇനി ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർക്ക് സാധിക്കില്ല. ഉടനെ മഹർഷിമാരും കാട്ടിലെ തപസ്വികളും ഒക്കെ വന്നിട്ട് ഉപദേശിക്കുന്നു ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ പാണ്ഡുവിൻ്റെ പഴയ രാജ്യത്തിലേക്ക് ചെല്ലാനായിട്ട്. എല്ലായിടത്തും ഈ മഹർഷിമാരാണ് വന്ന് കൃത്യമായിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അത് മഹാഭാരതത്തിൽ നമുക്ക് കാണാം. യുക്തിപൂർവ്വം ചിന്തിച്ചാൽ കുഴപ്പം പിടിച്ച ഉപദേശങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കുന്തി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? എങ്ങോട്ട് വേണമെങ്കിലും പോകാം, പക്ഷേ കുന്തിക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കുന്തി ഒരു രാജകുമാരിയാണ്. പണ്ട് രാജാവായിരുന്ന തൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ ആ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ് രാജാവായിട്ടിരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുന്നതിനേക്കാളും ഉചിതമായിട്ടുള്ളത്, ഉചിതം അനുചിതം എന്നൊന്നുമില്ല, കുന്തിക്ക് സ്വന്തം രാജ്യത്തേക്ക് ചെല്ലാമായിരുന്നു. കുന്തി ഒരു രാജകുമാരിയാണ്. കുന്തിയുടെ അച്ഛൻ, അതായത് വളർത്തച്ഛൻ, കുന്തി ഭോജന്റെ മകളാണ്. കുന്തി പൃഥ എന്ന പേരിൽ ശൂരസേനന്റെ, യാദവ പ്രമുഖനായ ശൂരസേനന്റെ മകളായിട്ടാണ് ജനിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ അച്ഛൻ പെങ്ങളാണ് കുന്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ശൂരസേനൻ ദാനം ചെയ്യുകയാണ് കുന്തി ഭോജന് തൻ്റെ മകളെ. അങ്ങനെയാണ് പൃഥ കുന്തിയാകുന്നത്. ഇന്നത്തെ യുക്തി അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അന്ന് എന്താണ് നടന്നത്? അന്ന് സ്ത്രീകളെ അല്ലെങ്കിൽ പെൺമക്കളെ പോലും കണ്ടിരുന്നത് ആസ്തിയായിട്ടും പണം ഉപയോഗിക്കുന്നത് പോലെയും ഒക്കെയാണ്. അങ്ങനെ ഒരു വിൽപ്പന നടത്തുന്നത് പോലെ സ്വന്തം മകളെ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്, വളർത്തുമകളായിട്ട്. അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ വരട്ടെ. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ചിന്തിച്ചാലും മനസ്സിലാകും. അന്ന് ഈ രാജകൊട്ടാരത്തിൽ പുരോഹിതർ തന്നെയാണ് കളിക്കുന്നത്. കാരണം വിശ്വാസത്തിന്റെ കാര്യമാണ്. ഇന്ന് പോലും എങ്ങനെയാണ്? അപ്പൊ ദുർവാസാവ് മഹർഷിയെ പോലെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം വരുന്ന, ഇന്നാണെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊള്ളേണ്ട അത്രയധികം ദേഷ്യമുള്ള ഒരാള്, ഒരു മഹർഷി കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ വരുന്നു. അന്ന് കുന്തി ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അപ്പൊ ഈ ദുർവാസാവ് മഹർഷിയെ പരിചരിക്കുന്നതിന് വേണ്ടി സ്വന്തം മകളെ അല്ലെങ്കിൽ വളർത്തുമകളായിട്ടുള്ള കുന്തിയെയാണ് ഏർപ്പാട് ചെയ്യുന്നത്. കാരണം ഇതുപോലെയുള്ള വലിയ പുരോഹിതർ അല്ലെങ്കിൽ മഹർഷികളൊക്കെ വന്നു കഴിഞ്ഞാൽ രാജാവിൻ്റെ തന്നെ മൂത്ത മകളോ അല്ലെങ്കിൽ രാജ്ഞി തന്നെയോ ഒക്കെ പരിചരിക്കണമെന്നാണ്. എന്തായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം? കുന്തി ഭോജന പ്രശ്നവുമില്ല, കാരണം ഇത് വളർത്തു മകളാണ്. ദുർവാസാവിനെ ഒരു തരത്തിലും ദേഷ്യം പിടിപ്പിക്കാത്ത രീതിയിൽ പരിചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ദേഷ്യം വരുമായിരിക്കാം? അതായത് ദുർവാസാവ് മഹർഷി എന്തൊക്കെ ആവശ്യപ്പെട്ടാലും അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഇവൾ ബാധ്യസ്ഥയാണ്. ഇതൊന്നും കൂടുതൽ വിശാലമാക്കി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ മഹർഷിയെ സംപ്രീതനാക്കിയത് കൊണ്ടാണ് ആദ്യം പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്. ഈ മന്ത്രം ഉപയോഗിച്ച് നിനക്ക് ഇഷ്ടമുള്ള ആളെ വിളിച്ചു വരുത്താം, അവരിൽ നിന്ന് ദിവ്യഗർഭം നേടാമെന്നൊക്കെ. അങ്ങനെയാണ് സൂര്യദേവനെ വിളിച്ചു വരുത്തി കർണൻ ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. സൂര്യദേവൻ തന്നെയാണോ കർണൻ്റെ അച്ഛൻ എന്നുള്ളത് കഥയനുസരിച്ച് ഇന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചാൽ നമുക്ക് മറ്റു പല സാധ്യതകളുമാണ് തോന്നുക. ഇതൊക്കെ അന്ന് രാജകൊട്ടാരത്തിലുള്ളവർക്കും ഒക്കെ അറിയാമായിരിക്കാം. മഹർഷിയുടെ ഒപ്പമായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ ഉപേക്ഷിക്കുകയാണ്. കർണന്റെ കഥ അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒഴുക്കിവിട്ട കർണനെ സൂതനായിട്ടുള്ള അതിരഥനും ഭാര്യ രാധയ്ക്കും കിട്ടുകയാണ്. അവർ വളർത്തുകയാണ്. ഇങ്ങനെ കർണനെ ഉപേക്ഷിച്ചതാണ് അമ്മയായിട്ടുള്ള കുന്തി ദേവി. എന്നാൽ ആ കുന്തി ദേവിയുടെ തന്നെ കഥ എങ്ങനെയാണ്? ഒരു തരത്തിൽ സ്വന്തം അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ട് മറ്റൊരാളുടെ വളർത്തുമകളായിട്ട് വളർത്തപ്പെട്ട് അവർ പറയുന്നതെല്ലാം ചെയ്ത് അവിടുത്തെ പല അനാചാരങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി. മഹാഭാരതം അനുസരിച്ച് നിങ്ങളിതൊക്കെ ഭക്തിയും വിശ്വാസവും അനുസരിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇതൊന്നും ഇങ്ങനെയല്ല കേട്ടോ. നല്ല രീതിയിൽ മുമ്പ് പറഞ്ഞ പോലെ വെളുപ്പിച്ച് പറയാം. പക്ഷേ ഇന്ന് നമ്മൾ യുക്തിപൂർവ്വം അനലൈസ് ചെയ്താൽ ഇതൊക്കെയാണ് നടന്നത്. നമ്മൾ ഇടയ്ക്ക് ഒരല്പം വേറെ അങ്ങോട്ടോ പോയി. പറഞ്ഞു വന്ന ഇതാണ്, കുന്തിക്ക് വേണമെങ്കിൽ സ്വന്തം മക്കളെയും കൊണ്ട് കുന്തി ഭോജന്റെ കൊട്ടാരത്തിലേക്ക് പോകാമായിരുന്നു. രാജാവാണ്, ഇഷ്ടം പോലെ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് മറ്റ് ആൺമക്കൾ ഉണ്ടായിരിക്കാം. അതിൽ മൂത്തയാൾ രാജാവായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാകാം. എങ്കിൽ പോലും തൻ്റെ പഴയ മകൾ അല്ലെങ്കിൽ വളർത്തു മകൾ മക്കളെയും കൊണ്ട് വരുമ്പോൾ പഴയ പാണ്ഡു മഹാരാജാവിൻ്റെ
പുത്രന്മാരാണ് എന്നുള്ള പേരിലെങ്കിലും അവർക്ക് അവിടെ ജീവിക്കാമായിരുന്നു. രാജ്യാവകാശമൊന്നും കിട്ടില്ല. പക്ഷേ കുന്തി ചെയ്തത് മക്കളെയും കൊണ്ട് ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ അതിൽ തെറ്റൊന്നും പറയാനില്ല. എങ്ങോട്ട് പോകണം അതിലൊന്നും വലിയ കഥയില്ല. പക്ഷെ ധൃതരാഷ്ട്രൻ അവിടെ ചെയ്തത് എന്താണ്? ധൃതരാഷ്ട്രന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഒരു പക്ഷേ ഭാവിയിൽ ഇവരെ കൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടായേക്കാം, ഇവർ അവകാശം ചോദിച്ചാലോ എന്ന് ചിന്തിച്ച് അവരെ പരിത്യജിക്കാമായിരുന്നു. എന്നാൽ അന്ധനായിട്ടുള്ള ആ സാധു രാജാവ് ചെയ്തത് അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത്. വെറുതെ സ്വീകരിച്ചിട്ട് അവരെ ദൂരെയുള്ള ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്തിലോ ഗ്രാമത്തിലോ ആക്കുകയല്ല ചെയ്തത്. സ്വന്തം കൊട്ടാരത്തിൽ സ്വന്തം മക്കൾക്കൊപ്പം അവകാശം കൊടുത്ത് അവരെ വളരാൻ അനുവദിച്ചു. അവർക്ക് ആയുധാഭ്യാസവും അല്ലെങ്കിൽ മറ്റ് ശിക്ഷണങ്ങളും ഒക്കെ കിട്ടുന്ന രീതിയിൽ കൊട്ടാരത്തിൽ തന്നെ അവരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. നോട്ട് ദ പോയിന്റ്. അതായത് അന്ന് ധൃതരാഷ്ട്രന് 100 മക്കളുണ്ട്, ദുര്യോധനൻ ഉൾപ്പെടെ. പഴയ കാലത്തെ അല്ലെങ്കിൽ ക്ലോണിംഗ് ഒക്കെ പണ്ടേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അതൊക്കെ വമ്പൻ കോമഡികളാണ്. എന്താണെങ്കിലും കഥയനുസരിച്ച് ധൃതരാഷ്ട്രൻ അപ്പോൾ 100 മക്കൾ, 100 ആൺമക്കളും ദുശ്ശള എന്ന പേരിൽ ഒരു പെൺകുട്ടിയുമുണ്ട്. അവരുടെ ഒപ്പമാണ് ഈ 5 പാണ്ഡവരും വളരുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രൻ അന്ന് അവരെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ന്യായമായിട്ടും ഇവർ അവകാശം ചോദിക്കില്ലല്ലോ. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കേണ്ടത്? ധൃതരാഷ്ട്രന്റെ ഏറ്റവും മൂത്ത മകൻ ആരാണോ അയാളാണ് യുവരാജാവാകേണ്ടത്, അല്ലെങ്കിൽ ഭാവിയിൽ രാജാവാകേണ്ടത്. അത് ദുര്യോധനനാണ്. എന്നാൽ ദുര്യോധനനേക്കാളും കുറച്ച് സമയം മുമ്പേ തന്നെ കുന്തിക്ക് യുധിഷ്ഠിരൻ ജനിച്ചു എന്നുള്ളത് കൊണ്ട് യുധിഷ്ഠിരൻ മൂത്ത പുത്രനാകുന്നില്ല. കാരണം യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് പാണ്ഡുവിന്റെ മകൻ അല്ല എങ്കിൽ പോലും അന്നത്തെ ധർമ്മം അനുസരിച്ച് പാണ്ഡുവിന്റെ മൂത്ത പുത്രൻ മാത്രമാണ്. അതിനവിടെ പ്രസക്തിയില്ല. എങ്കിൽ പോലും അന്ന് വിതുരനൊക്കെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഭീഷ്മരൊക്കെ ഉൾപ്പെടെ പല ധർമ്മങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്ര രാജാവ് യുധിഷ്ഠിരനെ യുവരാജാവാക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദുര്യോധനന് അല്ലെങ്കിൽ കൗരവർക്ക് പാണ്ഡവരോട് വിരോധം തോന്നാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ? തങ്ങളുടെ അച്ഛന് കഴിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അന്ധനായതുകൊണ്ട് ആ പരിമിതി മുതലെടുത്തുകൊണ്ട് പലരും ഇപ്പോഴും കൊട്ടാരത്തിലെ പലരും ഇപ്പോഴും പാണ്ഡവരുടെ പക്ഷം അല്ലെങ്കിൽ പാണ്ഡുവിന്റെ പക്ഷം അല്ലെങ്കിൽ കുന്തി പറയുന്ന ചൊൽപ്പടിക്ക് പലരും നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ നടന്നത് എന്നല്ലേ ദുര്യോധനൻ അടക്കമുള്ളവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുകയുള്ളൂ. ആ സമയമായപ്പോഴേക്കും കർണനൊക്കെ ദുര്യോധനന്റെ ഒപ്പം കട്ടയ്ക്ക് കൂടെയുണ്ട്. കർണൻ, ശകുനി, ദുശാസനൻ, ദുര്യോധനൻ ഇവരാണ് പ്രധാനമായിട്ടും എല്ലാ ഗൂഢാലോചനകളും നടത്തുന്നത്. അത് ഗൂഢാലോചനയാണോ അതോ നമ്മൾ ഈ പറയുന്ന യുക്തി തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. കാരണം അവർക്ക് പാണ്ഡവരിൽ നിന്ന് കിട്ടുന്നതൊക്കെ അധർമ്മമാണ് അല്ലെങ്കിൽ അനീതിയാണ്. അതിവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. മഹാഭാരതത്തിൽ പോലും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല. ദുര്യോധനൻ ഇത്തിരി കഴിവുള്ള ആളായതുകൊണ്ട് ഇതെല്ലാം കണ്ട് സഹിച്ചു നിന്നില്ല. ധൃതരാഷ്ട്രനോട് തന്നെ പറയുന്നു, ഇതൊക്കെ ശരിയാണോ? ഒരു കാര്യം ചെയ്യ്, എന്തായാലും പറ്റിയത് പറ്റി. അങ്ങേ പലരും ഇവിടെ മുതലെടുക്കുകയാണ്. നേരായ വഴിക്ക് ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരിങ്ങോട്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ദുര്യോധനനും തിരിച്ചു ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അരക്കില്ലത്തിലിട്ട് അവരെ ചുട്ടുകൊല്ലാൻ ശ്രമിക്കുന്നതും അവര് പിന്നീട് പോയി പാഞ്ചാലി വിവാഹം കഴിക്കുന്നതും അല്ലെങ്കിൽ ദ്രൗപദി വിവാഹം കഴിക്കുന്നതും പിന്നീട് തിരിച്ചു വന്ന് അവകാശം ചോദിക്കുന്നതും ഒക്കെ. ആ ഒരു ഗ്യാപ്പിനിടയിൽ ദുര്യോധനൻ സ്വന്തം അവകാശം പിടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. അതായത് ഭരണം പിടിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അവിടെയും പാണ്ഡവർ രക്ഷപ്പെട്ടിട്ട് ദ്രൗപദിയും കൊണ്ട് അല്ലെങ്കിൽ ബന്ധുബലമായി ദ്രുപദ മഹാരാജാവിൻ്റെ പാഞ്ചാല രാജ്യത്തിൻ്റെ സഹായവുമായിട്ടാണ് അവർ വരുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ രാജ്യം എവിടെ? അപ്പോൾ ദുര്യോധനൻ പറയുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, നിങ്ങൾ തന്നെയും പാണ്ഡവരല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ അവിടെയും ധൃതരാഷ്ട്രൻ എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്നവരുടെ സമ്മർദ്ദം ഒരു വശത്ത്, അല്ലെങ്കിൽ ഭീഷ്മര്, കുന്തി, വിതുരൻ ഇങ്ങനെ തുടങ്ങി, അതായത് എല്ലാവരും പാണ്ഡവരുടെ ഭാഗത്താണ്. ദുര്യോധനനൊപ്പം പ്രധാന സഹായികളായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആരാണ്? കർണൻ, ശകുനി, ദുശാസനൻ അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാര് ഇവരൊക്കെയാണ്. പണ്ടത്തെ സെറ്റപ്പ് വെച്ചിട്ടാണെങ്കിൽ വീണ്ടും പാണ്ഡവർക്ക് തന്നെ മുഴുവൻ രാജ്യവും കിട്ടും, ദുര്യോധനനൊക്കെ പുറത്താകും. പക്ഷെ ദുര്യോധനനൊക്കെ സ്ട്രോങ് ആയി നിന്നതുകൊണ്ട് അവിടെ ഒരു തീരുമാനമുണ്ടായി. ഈ പറയുന്ന രാജ്യം വിഭജിച്ച് ഗാണ്ഡവം എന്ന് പറയുന്ന വനമൊക്കെ അടങ്ങുന്ന ആ ഒരു പ്രദേശത്തേക്ക് പാണ്ഡവരെ വിടുകയാണ്, അർദ്ധരാജ്യം കൊടുക്കുകയാണ്. അവിടെ പോയി ഭരിച്ചോളൂ എന്നുള്ള രീതിയിൽ. അത് പിന്നീട് ഇന്ദ്രപ്രസ്ഥമാകുന്നു. അന്ന് തന്നെയും അത് ദുര്യോധനനൊന്നും പിടിച്ചിട്ടില്ല. കാരണം സ്വന്തം രാജ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ട 2 ഏക്കർ സ്ഥലം നിങ്ങളുടേത് മാത്രമായിരിക്കെ അതുമായിട്ട് ഒരവകാശവും ഇല്ലാത്ത ഒരാൾക്ക് പല പരിതസ്ഥിതികളും കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് 1 ഏക്കർ കൊടുക്കേണ്ടി വരികയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു മനോഭാവം തന്നെയായിരുന്നു ദുര്യോധനനൊക്കെ അന്നുണ്ടായിരുന്നത്. അച്ഛനായ ധൃതരാഷ്ട്രനെ പോലെ അന്യായത്തിന് നേരെ കണ്ണടയ്ക്കാനായിട്ട് ദുര്യോധനന് മനസ്സില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോക്കോ, പക്ഷെ ഇത് ഞാൻ പിടിച്ചെടുക്കും, അത് എൻ്റെ ധർമ്മമാണ് എന്നുള്ള രീതിയിൽ
പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇവരെ ചൂതിന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ദുര്യോധനൻ വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്നല്ല പറയുന്നത്. അയാൾ കാര്യം നേടുവാൻ അല്ലെങ്കിൽ സ്വന്തം അവകാശങ്ങൾ എന്ന അയാൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി പല കുതന്ത്രങ്ങളും വളഞ്ഞ വഴികളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാകാം, ചതി ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത് ആർക്ക് നേരെയാണോ ഉപയോഗിക്കുന്നത് ആ പാണ്ഡവര് ഇവരിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല. നോട്ട് ദ പോയിന്റ്. മഹാഭാരതത്തിൽ നമ്മൾ പറയുന്നത് പോലെ നന്മയുടെ പ്രതിരൂപങ്ങളായ ഒരന്യായവും ആർക്കും ചെയ്യാത്ത പാണ്ഡവർക്ക് നേരെയല്ല ദുര്യോധനൻ ഈ ചതികളൊന്നും പ്രയോഗിക്കുന്നത്. രണ്ടു കൂട്ടരും കണക്കാണെന്ന് ഒരല്പം യുക്തിയോടെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. കുറെ കൂടെ ആഴത്തിൽ ചിന്തിച്ചാലും മനസ്സിലാവും കൂടുതൽ ശരി ദുര്യോധനൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇവരെ വെച്ച് നോക്കിയാൽ കൂടുതൽ ധർമ്മിഷ്ഠനും കൂടുതൽ ന്യായമുള്ളതും ദുര്യോധനന്റെ ഭാഗത്താണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കർണൻ അവിടെ നിൽക്കുന്നത്. കാരണം കർണന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇത്രയും പറഞ്ഞത് തന്നെ നമുക്ക് വേറൊരു കാര്യമായിട്ട് പറയാനുള്ളതുണ്ടാകും. ഇനി മഹാഭാരത യുദ്ധത്തിൽ തന്നെ കൊടും ചതികളല്ലേ നടക്കുന്നത്. യുദ്ധം അനുസരിച്ച് ദുര്യോധനനെ സുയോധനൻ എന്നാണ് വിളിക്കുന്നത്, നന്നായി യുദ്ധം ചെയ്യുന്നവൻ. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ട് പല മഹാരഥന്മാര് ചേർന്ന് കൊല്ലുന്നത് മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. അതും ദുര്യോധനന്റെ മക്കളായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത രാജാവാകേണ്ട ലക്ഷ്മണനെ ഉൾപ്പെടെ വധിച്ചതിന് ശേഷം. രാമായണത്തിലെ ലക്ഷ്മണനല്ല കേട്ടോ, ഇനി അതും പറഞ്ഞു വരരുത്. അതായത് സ്വന്തം മകനെയൊക്കെ വധിച്ച അഭിമന്യുവിനെയാണ് ദുര്യോധനൻ ഉൾപ്പെടെ മഹാരഥന്മാർ ചേർന്ന് അപ്പോൾ കൊല്ലുന്നത്. ദുര്യോധനൻ നോക്കുമ്പോൾ സ്വന്തം മകനെ കൊന്നിട്ടാണ് അഭിമന്യു അവിടെ നിന്ന് പൊരുതുന്നത്. ആ അഭിമന്യുവിനോട് എന്തെങ്കിലും കരുണ തോന്നേണ്ട കാര്യം ദുര്യോധനനുണ്ടോ? യുദ്ധം പറഞ്ഞു പോയാൽ പിന്നെ നീണ്ടുപോകും. പക്ഷേ മുഴുവൻ ചതിയായിരുന്നു. ഭീഷ്മരെ വീഴ്ത്തുന്നതും ദ്രോണരെ വീഴ്ത്തുന്നതും ദുര്യോധനനെ തന്നെ കൊല്ലുന്നതും ഒക്കെ. ഗദായുദ്ധം അനുസരിച്ച് ഒരിക്കലും ഭീമന് ദുര്യോധനനെ കൊല്ലാനായിട്ട് സാധിക്കില്ലായിരുന്നു. ദുര്യോധനൻ തന്നെ ജയിക്കുമായിരുന്നു. മൽപ്പിടുത്തത്തിലായിരുന്നെങ്കിൽ ഭീമനും ജയിക്കുമായിരുന്നു. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാര്യം വളരെ ക്ലിയർ ആക്കാം. കഥയനുസരിച്ച് തന്നെ, ഇതൊന്നും നടന്നതൊന്നുമല്ല എങ്കിൽ പോലും കഥയനുസരിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവസാനം തോറ്റു നിൽക്കുന്ന ദുര്യോധനനോട് ആവേശം മൂത്ത യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ഞങ്ങൾ 5 പാണ്ഡവരിൽ ആരെ വേണമെങ്കിലും നീ വെല്ലുവിളിച്ചോളൂ, നിനക്കിഷ്ടമുള്ള ആയുധവും എടുത്തോളൂ, ജയിച്ചാൽ എല്ലാം നിനക്ക് സ്വന്തം. കൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട്, ഇതുപോലൊരു പൊട്ടനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ കൃഷ്ണൻ വിമർശിക്കുന്നുണ്ട്. ആ സമയത്ത് ദുര്യോധനന് വേണമെങ്കിൽ ഗദയും എടുത്തിട്ട് നകുലനെയോ സഹദേവനെയോ യുധിഷ്ഠിരനെയോ അർജുനനെയോ വിളിച്ചിട്ട് അവരെ നിഷ്പ്രയാസം വധിക്കാമായിരുന്നു. ചോയ്സ് ദുര്യോധനന്റെയാണ്. പക്ഷെ ദുര്യോധനൻ ചെയ്തത് തനിക്കൊത്ത പോരാളിയെ ഭീമനോട് ഗദ എടുത്തു വരാൻ പറയുകയാണ് ചെയ്തത്. അതായത് എളുപ്പത്തിൽ എല്ലാം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും ദുര്യോധനൻ അത് ചെയ്തില്ല. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക, ആരുടെ ഭാഗത്തായിരുന്നു ന്യായം, ആരായിരുന്നു ധർമ്മിഷ്ഠൻ? മഹാഭാരതം ചതിയുടെ കഥയാണ്. അതിൽ നമ്മൾ ധർമ്മിഷ്ഠരെന്ന് കരുതുന്ന പാണ്ഡവര് യഥാർത്ഥത്തിൽ ദുര്യോധനനേക്കാളും വലിയ അധർമ്മികളായിരുന്നു. അതാണ് പോയിന്റ്. പക്ഷെ എന്തുകൊണ്ടാണ് മഹാഭാരതത്തെ നമ്മൾ ഇപ്പോഴും അല്ലെങ്കിൽ നമ്മൾ കേട്ട് ശീലിച്ചതുപോലെ തന്നെ ഇന്നും മനസ്സിലാക്കുന്നത്? അതിൻ്റെ കാരണം അവിടെ വിശ്വാസം അല്ലെങ്കിൽ മതം കയറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കൃഷ്ണൻ ദൈവമാണ്, ആ ദൈവം പറയുന്നതൊക്കെ ശരിയാണ്. ഭഗവത്ഗീത തന്നെ എന്താണ്? നീ ഇവരെ കൊല്ലുന്നതിൽ ഒരു മടിയും വിചാരിക്കണ്ട, അവരൊക്കെ മരിച്ചതാണ്, പണ്ട് വീണ്ടും ജനിച്ചതാണ്, ഇനിയും മരിക്കും, നീ ഒന്നോടെ ഒന്ന് കൊന്നേ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളാണ്. പക്ഷെ ദൈവം പറയുന്നു, ദൈവമാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ഇതെല്ലാം ധർമ്മമായിട്ട് വരുന്നു. അതാണ് പറഞ്ഞത്, മഹാഭാരതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. മഹാഭാരതം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പുസ്തകങ്ങൾ പല ആവർത്തി ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതലേ തന്നെ ഇത് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതിനേക്കാളും വലിയൊരു ഇതിഹാസ കൃതി അല്ലെങ്കിൽ സാഹിത്യ മൂല്യമുള്ള ഒരു കഥ ലോകത്ത് വേറെ ഇല്ല. അത് നിങ്ങൾ ഗ്രീക്ക് മിത്തോളജി എടുത്ത് നോക്കിയാലും പഴയ ഈജിപ്ത് എപ്പിക് സ്റ്റോറികൾ എടുത്ത് നോക്കിയാലും റോമൻ എപ്പിക് സ്റ്റോറികൾ എടുത്ത് നോക്കിയാലും ഒന്നും മഹാഭാരതത്തിൻ്റെ 7 അയലത്ത് വരില്ല. ഇതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള ഒരു സംഭാവന എന്ന് തന്നെ പറയാം. പക്ഷേ അത് വിശ്വാസത്തിൽ നിന്ന് മാറ്റി, മതത്തിൽ നിന്ന് മാറ്റി യുക്തിപൂർവ്വം നോക്കിയാൽ അവിടെ നായകനായിട്ടുള്ളത് ദുര്യോധനനാണ്, വില്ലനായിട്ടുള്ളത് കൃഷ്ണനാണ്. ദുര്യോധനനെയും കർണനെയുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ധർമ്മിഷ്ഠരായിട്ട് കാണുന്നത്. ഇതിൽ നിന്ന് വിശ്വാസം മാറ്റി നിർത്തിയാൽ ഇതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. പണ്ട് വാമനൻ മാവേലിയെ ചവിട്ടി താഴ്ത്തിയെന്ന് കേരളീയർ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ തന്നെ പാടുന്നുമുണ്ട്, മാവേലി നാട് വാണിയിടുന്ന കാലം. ഒരു കുറവുമില്ല, ഒരു കുറ്റവും പറയാനില്ല. അയാളെ എന്തിനാണ് ചവിട്ടി താഴ്ത്തിയത്? അസുരനായതുകൊണ്ടല്ലേ. ആരാണ് ചവിട്ടി താഴ്ത്തിയത്? ദൈവം. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല. ഇതാണ് നമ്മുടെ ലോജിക്ക് ഇല്ലാതാകുന്നത് ഇവിടെയാണ്. ഇത് തന്നെയാണ് മഹാഭാരതത്തിലും ഈ പറഞ്ഞത്. മഹാഭാരതം ഇങ്ങനെ അധികം പുറകോട്ട് പോകാതിരിക്കുന്നതാണ് ഭേദം. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ധൃതരാഷ്ട്രന്റെ മകനായിട്ടുള്ള ദുര്യോധനനാണ് രാജ്യത്തിന് അവകാശം, പാണ്ഡവൻ എന്ന് പറയുന്ന യുധിഷ്ഠിരനല്ല എന്നാണ്.
പക്ഷെ പുറകോട്ട് ചിന്തിച്ചു പോയാൽ ധൃതരാഷ്ട്രന് തന്നെയും രാജ്യത്തിന് അവകാശമില്ല. പാണ്ഡുവിനോ വിതുരനോ അമ്പയിലും അംബാലികയിലും ജനിച്ച ഈ 3 പേർക്കും രാജ്യത്തിന് അവകാശമില്ല. ശന്തനു എന്ന് പറയുന്ന രാജാവിന് ഗംഗയിൽ ജനിച്ച പുത്രനാണ് ദേവവ്രതൻ അല്ലെങ്കിൽ ഭീഷ്മര്. ഇതൊക്കെ വലിയ കഥകളാണ്, പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്താണെങ്കിലും ഈ ശന്തനു മഹാരാജാവിന് അല്ലെങ്കിൽ ഭീഷ്മരുടെ അച്ഛന് വയസ്സാം കാലത്ത് വേണ്ടാത്തൊരു മോഹം തോന്നി. സത്യവതി എന്ന് പറയുന്ന ഒരു മുക്കുവ പെണ്ണിനെ കണ്ടിട്ട് അവളെ ഭാര്യയാക്കണമെന്നൊരു ആഗ്രഹം. ഈ മുക്കുവ പെണ്ണിനെ അല്ലെങ്കിൽ സത്യവതിയുടെ അച്ഛൻ, അതും വളർത്തച്ഛനാണ്, അദ്ദേഹം പറയുന്നു ഇവളിൽ ജനിക്കുന്ന പുത്രനെ രാജാവാക്കാമെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. ഇതറിഞ്ഞ ഭീഷ്മര് ഒരു മകൻ അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആജീവനാന്തം ബ്രഹ്മചാരിയായിരിക്കും, രാജ്യം ഉപേക്ഷിക്കുന്നു, ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ആയിട്ട് എന്നുള്ള രീതിയിൽ നിന്നോളാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങനെയാണ് ഇവൻ ഭീഷ്മൻ തന്നെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭീഷ്മമായ പ്രതിജ്ഞ എടുത്തു എന്നുള്ള രീതിയിൽ ഭീഷ്മർ എന്ന പേര് വരുന്നത്. അപ്പോൾ ഇനി രാജാവാകേണ്ടത് ആരാണ്? ശന്തനുവാണ് രാജാവ്. ശന്തനുവിന് സത്യവതിയിൽ ജനിക്കുന്ന മൂത്ത മകനാണ് രാജാവാകേണ്ടത്. 2 മക്കളുണ്ടായി, ചിത്രസേനനും വിചിത്രവീര്യനും. ചിത്രസേനൻ എന്ന് തന്നെ പേരുള്ളൊരു ഗന്ധർവനുമായിട്ട് യുദ്ധം ചെയ്ത് മരിച്ചുപോയി. വിചിത്രവീര്യനാകട്ടെ ഫുൾ ടൈം ബാറും വെള്ളമടിയും ഒക്കെ ആയിട്ട് നടന്നിട്ട് ക്ഷയം പോലെയുള്ള രോഗങ്ങൾ പിടിച്ച് മരിച്ചുപോയി. ഈ 2 പേർക്കും മക്കളില്ലായിരുന്നു, എന്നാൽ ഭാര്യമാരുണ്ടായിരുന്നു, അമ്പയും അംബാലികയും. സത്യവതി വിചാരിച്ചു എൻ്റെ വളർത്തച്ഛൻ അന്ന് വലിയ പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് വെറുതെയായി, കാരണം എൻ്റെ 2 ആൺമക്കളും മരിച്ചുപോയി, ഇനി ആര് രാജാവാകും? ഭീഷ്മരോട് പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നില്ല. ഞാൻ അന്ന് എടുത്ത പ്രതിജ്ഞ, അതിൽ നിന്ന് ഒരു മാറ്റവുമില്ല, നോ കോംപ്രമൈസ് എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്താണ് സത്യവതി ഒരു പഴയ ഫോൺ നമ്പറൊക്കെ തപ്പിയെടുക്കുന്നത്. അതായത് സത്യവതിക്ക് തന്നെ ഈ ശന്തനുവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരു പുഴയുണ്ട്, അതിന് അപ്പുറം ഇപ്പുറം ആളുകളെ തോണിയിൽ കടത്തുകയായിരുന്നു ധർമ്മം അനുസരിച്ച് സത്യവതിയുടെ ജോലി. അന്നൊരു മഹർഷി വന്നു. തോണി പുഴയുടെ നടുക്കായപ്പോൾ മഹർഷിക്ക് വേണ്ടാത്തൊരു ആഗ്രഹം. അപ്പോൾ സത്യവതി പറയുന്നുണ്ട് ഞാൻ കന്യകയാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മഹർഷി പറയുന്നത് എൻ്റെ ആഗ്രഹം നിറവേറ്റിയാൽ നീ വീണ്ടും കന്യകയാകും, പിന്നെ നിന്റെ മത്സ്യഗന്ധം മാറിയിട്ട് നീ സുഗന്ധവതിയാകും. അങ്ങനെ ഗന്ധവതി എന്നുള്ള പേരും കൂടിയുണ്ട്. അങ്ങനെ ജനിക്കുന്ന പുത്രനാണ് വ്യാസൻ. അതായത് ഈ മഹാഭാരതം എഴുതി എന്നൊക്കെ നമ്മൾ പറയുന്ന വ്യാസൻ അങ്ങനെയാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ വ്യാസ ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ വളർന്നു വലുതായിട്ട് അമ്മയുടെ കയ്യിൽ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പിന്നീട് കാട്ടിലേക്ക് തപസ്സിന് പോവുകയാണ്. അപ്പോൾ ഈ സംഭവമൊക്കെ ഓർത്തെടുത്തു. പണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാസനെ വിളിച്ചു വരുത്തിയിട്ട് വിചിത്രവീര്യ പത്നിമാരിൽ വിചിത്രവീര്യന് വേണ്ടി മക്കളെ ഉൽപ്പാദിപ്പിക്കാമല്ലോ. അങ്ങനെയാണ് ഈ ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും ഒക്കെ ജനിക്കുന്നത്. അതായത് ശന്തനു മഹാരാജാവുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കഥയല്ല. പാണ്ഡവർക്ക് പാണ്ഡുവുമായ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന പോലെ തന്നെ ധൃതരാഷ്ട്രനോ പാണ്ഡവനോ വിതുരർക്കോ ശന്തനു മഹാരാജാവുമായിട്ടും ഒരു ബന്ധവുമില്ല. അവർ വ്യാസനിൽ നിന്നാണ് ജനിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ വിചിത്രവീര്യ പത്നിമാരിൽ അവർ സന്താനോൽപാദനം നടത്തി എന്ന് പറയേണ്ടി വരും. അങ്ങനെ അംബികയിൽ ജനിക്കുന്ന പുത്രനാണ് അന്ധനായി പോകുന്നത്. കണ്ണടച്ച് കിടന്നതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അന്നത്തെ ജനറ്റിക്സ് ഒക്കെ വരുന്നത്. കണ്ണടച്ചുകൊണ്ട് പുത്രൻ അന്ധനായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭൂമിയിലുള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അറിയാതെയൊക്കെ ഒന്ന് കണ്ണടച്ച് പോയാൽ. കാരണം സത്യവതിക്കെല്ലാം ഇടിപിടിയെന്ന് വേണമായിരുന്നു. വ്യാസൻ വന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ കുളിക്കാതെ അല്ലെങ്കിൽ വളരെ വികൃത രൂപനാണ്, ഇവർ അമ്പയും അംബാലികയും ഒക്കെ വലിയ രാജകുമാരിമാരാണ്, അതുകൊണ്ട് അവർ 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്യട്ടെ, തപസ് ചെയ്യട്ടെ. അതായത് ഇയാൾ പോയി വൃത്തിയാണ്ടതിന് പകരം അവരോട് തപസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഉടനെ ഗന്ധവതി പറയുന്നു, ഉടനെ സത്യവതി പറയുന്നു മകനെ അത് താമസമുണ്ടാവുന്നല്ലേ എൻ്റെ അർത്ഥം, എനിക്ക് പെട്ടെന്ന് വേണം മക്കൾ, എങ്കിൽ എൻ്റെ വൈരൂപ്യം അവർ ക്ഷമിക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ അംബികയുടെ അടുത്ത് ചെല്ലുന്നു. അംബിക നോക്കുമ്പോൾ വന്നിട്ടുള്ളത് ഷാരൂഖ് ഖാൻ ഒന്നുമല്ല. അങ്ങനെയാണ് കണ്ണടച്ച് കിടക്കുന്നത്, അമ്മയുടെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ധൃതരാഷ്ട്രൻ ഉണ്ടാവുന്നു. അപ്പോൾ പുത്രൻ അന്ധനായതുകൊണ്ട് വീണ്ടും അംബാലികയുടെ അടുത്ത് വിടുന്നു. അവിടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നില്ല. കാരണം അംബാലികയ്ക്കും ഈ പുരുഷനെ കുറിച്ച് കുറച്ച് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ആദ്യം ഉണ്ടായ 2 പേരെ കൊണ്ടും പ്രയോജനമില്ല എന്ന് തോന്നിയിട്ട് 3ാമതും അംബികയെ പറഞ്ഞു വിട്ടപ്പോൾ അംബിക ബുദ്ധിപൂർവ്വം ഒരു തോഴിയാണ് പറഞ്ഞു വിട്ടത്. തോഴിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല, അല്ലെങ്കിൽ ദാസിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല. അങ്ങനെയാണ് വിതുരൻ ജനിക്കുന്നത്. ഈ ജാതി ചിന്തയൊന്നും അന്നില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ താഴ്ന്ന വർഗം മേൽവർഗം എന്നുള്ള ചിന്ത അന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ വിതുരൻ അവിടെയുണ്ട്. വിതുരർക്ക് ഒരു പ്രശ്നവുമില്ലാതെയാണ് ജനിക്കുന്നത്. പക്ഷെ ദാസിയുടെ മകനായിപ്പോയി. അപ്പോൾ യുക്തിപൂർവ്വം മഹാഭാരതം എന്ന കഥ അനലൈസ് ചെയ്താൽ പോലും അത് മണ്ടത്തരമായി പോകും. യുക്തി അവിടെ ഇല്ല. എങ്കിൽ പോലും ഇതൊരു കഥയായതുകൊണ്ട് നമുക്കവിടെ യുക്തിപൂർവ്വം അനലൈസ് ചെയ്യാം എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. കമൻറ്റുകളിൽ മിക്കവാറും നിങ്ങൾ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം മഹാഭാരതം നിങ്ങൾ വായിച്ചിട്ടില്ല ശരിക്ക് എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടില്ല, നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മനസ്സിലാകും. ഇന്നത്തെ വീഡിയോയുടെ നീളം ഒരല്പം കൂടിപ്പോയി. എന്തൊക്കെയാണെങ്കിലും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.